നമസ്കാരം. റേക്കി ശാക്തെ. ഈ റേക്കി ചികിത്സാ രീതി ധ്യാനാത്മകമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് കൊണ്ടുപോകേണ്ടത്. ഈ തുടക്കക്കാർക്കായിട്ടുള്ള ഒരു ചില നിർദ്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. കാര്യം റേക്കി എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ധ്യാനം അതും എവിടെ ഇരുന്നും ചെയ്യാം. അതിന് തുടങ്ങി ഒരു ശരീരവും മനസ്സും അതിന് വംശവത ആകുന്നതിന് വേണ്ടി ചില മാനദണ്ഡങ്ങൾ നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. ധ്യാനത്തിൻ്റെ മുന്നോടിയായിട്ട് ധ്യാനത്തിലൂടെയാണ് റേക്കിയുടെ ഫുൾഫിൽമെൻറ്റ്. ധ്യാനത്തിലൂടെയാണ് റേക്കി നമ്മിലേക്ക് വന്നു ചേരുന്നത്. ധ്യാനത്തിലൂടെയാണ് രോഗിയെ രോഗശാന്തിക്കാരൻ സുഖപ്പെടുത്തുന്നത്. അപ്പോൾ എനർജിയുടെ പ്രവാഹത്തെ ഒരു ധ്യാനമായിട്ടാണ് കരുതുന്നത്. ഇപ്പം മെഡിറ്റേഷൻ, ഈ ധ്യാനം എന്നൊക്കെ പറയുന്ന ആ ഒരു സംജ്ഞ ഏകാഗ്രത, കോൺസെൻട്രേഷൻ എന്നൊക്കെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നതിന് ഏകാഗ്രത, കോൺസെൻട്രേഷൻ ഇതൊക്കെ വേണം. ഇല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഏകാഗ്രത വേണം, കോൺസെൻട്രേഷൻ വേണം. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ വേണം. അങ്ങനെ പ്രവൃത്തികൾ ചെയ്യുന്നതിന് കോൺസെൻട്രേഷൻ വേണം. കോൺസെൻട്രേഷൻ മീൻസ് അറ്റൻഷൻ. അറ്റൻഷൻ മീൻസ് അറ്റ് ടെൻഷൻ, പിരിമുറുക്കം ഉണ്ടാക്കുന്നത് എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ധ്യാനം എന്നുള്ളത് അങ്ങനെ ഒരു സംഗതിയില്ല. ധ്യാനം നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നീലാകാശത്തിൽ വെള്ളിമേഘങ്ങൾ ഇങ്ങനെ വന്നുകൂടുന്നു. അത് ആരും അവിടെ കൊണ്ടുവരുന്നതല്ല, തനിയെ ഉണ്ടാകുന്നതാണ്. മേഘങ്ങൾ അപ്രത്യക്ഷമാകുന്നു. നീലാകാശത്തിൽ നിന്ന് മേഘങ്ങൾ ആരും അവിടെ നിന്ന് തുടച്ചു മാറ്റുന്നതുമല്ല. ഇതേ രീതിയിൽ ഒരു വ്യക്തിയുടെ ജീവിതമായിത്തീരുമ്പോഴാണ് അയാളിൽ ധ്യാനം സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം മേഘങ്ങൾ വരുന്നു, അപ്രത്യക്ഷമാകുന്നു. മേഘങ്ങൾ ആരും മാച്ചു കളയുന്നില്ല, മേഘങ്ങൾ ആരും അവിടെ ഉണ്ടാക്കുന്നുമില്ല, തനിയെ സംഭവിക്കുന്നു. ഇതേ രീതിയിൽ ഒരു വ്യക്തിയുടെ ജീവിതം, ആഗമന ജീവിതം സംജാതമാകുന്ന മുഹൂർത്തത്തെയാണ് ധ്യാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് തുടക്കക്കാർക്കായിട്ട് പാലിക്കേണ്ട ചില നിയമാവലികളെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഫോൺ, അതുപോലെ അലോസരമുണ്ടാക്കുന്ന മറ്റ് സംഗതികളെല്ലാം തന്നെ മാറ്റിവെക്കണം. വേണമെങ്കിൽ വാതിൽപ്പടിയിൽ നിങ്ങൾ ധ്യാനിക്കുകയാണ്, ആരും ശല്യപ്പെടുത്തരുത് എന്നൊരു കുറിപ്പ് അവിടെ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ധ്യാനമുറിയിലേക്ക് കടക്കുമ്പോൾ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക. എന്തെന്നാൽ നിങ്ങൾ നടക്കുന്ന സ്ഥലം ദിവ്യമാണ്. ചെരുപ്പ് ഊരുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഊരിക്കളയുക. ബോധപൂർവം ചെരുപ്പിനോടൊപ്പം വിട്ടേക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വസ്തുതകളും വിട്ടൊഴിഞ്ഞ് നിശ്ചിന്തനായി അകത്ത് കിടക്കുക. ഒരു ചിന്തയുമില്ലാത്ത, അനന്യ ചിന്തകളൊന്നും തന്നെ ഇല്ലാതെ നിങ്ങൾ ആ മുറിയിലേക്ക് പ്രവേശിക്കുക. 24 മണിക്കൂറിൽ 1 മണിക്കൂർ വേറിട്ടെടുക്കാനാവും. നിങ്ങൾ ജോലികൾക്കും ആശകൾക്കും ചിന്തകൾക്കും 23 മണിക്കൂർ നൽകാം. ഇവയ്ക്കിടയിൽ നിന്ന് 1 മണിക്കൂർ നമുക്ക് ധ്യാനത്തിനായിട്ട് പുറത്തെടുക്കുക. ഒടുവിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആ 1 മണിക്കൂർ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ടുള്ളൂ എന്ന്. മറ്റ്23 മണിക്കൂറും കേവലം വ്യർത്ഥമായിരുന്നെന്ന് ആ 1 മണിക്കൂർ മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. മറ്റെല്ലാം
പാഴായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ധ്യാനത്തിനെടുക്കുന്ന 1 മണിക്കൂർ സമയമായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ ആകെ ബാക്കിയുണ്ടാകുന്നത്. ബാക്കി ഒരു ദിവസത്തിലെ 23 മണിക്കൂറും പാഴായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിയായ ഒരു സ്ഥലം എപ്പോഴും ആവശ്യമാണ് ധ്യാനത്തിന്. ധ്യാനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി ഉതകുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഉദാഹരണത്തിന് മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഉപകാരപ്രദമാണ്. ഏതെങ്കിലും സിനിമാശാലയ്ക്ക് മുമ്പിലോ റെയിൽവേ പ്ലാറ്റ്ഫോമിലോ ചെന്നിരിക്കുന്നതിന് പകരം പ്രകൃതിയിലേക്ക് ചെല്ലുക. പർവ്വതങ്ങളിലേക്ക്, വൃക്ഷങ്ങളിലേക്ക്, നദികളിലേക്ക്, അവിടെയെല്ലാം സത്യം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകമ്പനമാണ്. അവിടെ ഈ സത്യത്തിൻ്റെ പ്രകമ്പനം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എല്ലായ്പ്പോഴും. ആ പ്രകമ്പനം സ്പന്ദിക്കുകയാണ്, ചുറ്റിനും പ്രവഹിക്കുകയാണ്. വൃക്ഷങ്ങൾ സദാ ധ്യാന നിരതങ്ങളാണ്. വൃക്ഷങ്ങളെല്ലായ്പ്പോഴും ധ്യാനനിരതമായ ഒരു അവസ്ഥയിലാണ്. മനുഷ്യൻ്റെ സ്വപ്നത്തിലെ ജീവൻ എത്രമാത്രമുണ്ടോ അത്രമാത്രം ഒരു കോൺഷ്യസ് ലെവലാണ് മരത്തിന് സാധാരണയായി ഉള്ളത്. അപ്പം മനുഷ്യൻ്റെ സ്വപ്നത്തിലെ ജീവൻ്റെ അതേ അവസ്ഥയാണ് സസ്യങ്ങൾക്കെപ്പോഴും. അപ്പോൾ നിങ്ങൾ ഒരു ബുദ്ധനാകണം എന്നാൽ നിങ്ങൾ ഒരു ബുദ്ധന് വൃക്ഷങ്ങളായി ഒരു കാര്യത്തിൽ സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധനാകണം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വൃക്ഷത്തെ പോലെ പച്ചയാണ്. വൃക്ഷത്തെ പോലെ നീളുന്ന ആളാണ്. വൃക്ഷം എങ്ങനെയെല്ലാം ചായാമോ, ചെരിയാമോ, ഉയരാമോ, അതേ രീതിയിലുള്ള ഒരവസ്ഥയായിരുന്നു ബുദ്ധനുണ്ടായിരുന്നത്. വൃക്ഷത്തെ പോലെ ഉത്സവച്ഛവി ആർന്ന വ്യക്തിയായിരുന്നു ബുദ്ധൻ. എന്നാലൊരു വ്യത്യാസം, അദ്ദേഹം ബോധവാനായിരുന്നു എന്നുള്ളതാണ് മുഴുവൻ സമയവും. വൃക്ഷത്തിന് ബോധം ആ സമയത്തില്ല. വൃക്ഷം അബോധപൂർവമായി താവോയിലാണ്. ബുദ്ധൻ വലിയൊരു വ്യത്യാസത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധപൂർവമായും താവോയിലായിരുന്നു എന്നാണ്. അപ്പോൾ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം മാതിരിയായിരുന്നു ബുദ്ധനും വൃക്ഷങ്ങളും തമ്മിലുള്ള ഒരു രൂപമാറ്റം. അപ്പോൾ ഇവിടെ പക്ഷെ പാടുന്ന പക്ഷികളോ നൃത്തം ചെയ്യുന്ന മയിലോ ചുറ്റുമുള്ള ഒരു മരത്തിനരികിൽ അല്ലെങ്കിൽ ഒഴുകുന്ന നദിക്ക് സമീപം, അതുമല്ലെങ്കിൽ മഹത്തായ സംഗീതമുതിർക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിനരികിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, ധ്യാനത്തിനിരിക്കുകയാണെങ്കിൽ, ആ സ്ഥലം, ഒരു പ്രകൃതി അവിടെ സുന്ദരമായ ഒരു സ്വകീയത ധ്യാനത്തിനായി ഒരുക്കിയിട്ടുണ്ടാകും. അപ്പോൾ പ്രകൃതി ധ്വംസിക്കപ്പെടുകയോ മലിനമാക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം നിങ്ങൾ വാതിലടച്ച് സ്വന്തം മുറിയിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. കഴിയുമെങ്കിൽ ഒരു വീട്ടിൽ പ്രത്യേകമായിട്ടൊരു മുറി തന്നെ ധ്യാനത്തിന് വേണ്ടി നീക്കി വയ്ക്കണം. ചെറിയൊരു മുറിയായാലും മതി, പക്ഷേ അത് ധ്യാനത്തിന് വേണ്ടി മാത്രം ഉള്ളതാകണം. ഈ ധ്യാനത്തിന് മാത്രം അത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം, ഓരോ തരം പ്രവൃത്തിയും അതിൻ്റെ തന്നെ തരംഗങ്ങൾ കൊണ്ട് പ്രകമ്പനം സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾ ഒരേ സ്ഥലത്തിരുന്ന് ധ്യാനിക്കുമ്പോൾ ആ സ്ഥലം ധ്യാന നിമഗ്നമാകും. നിങ്ങൾ ധ്യാനിക്കുന്ന ഓരോ ദിവസവും ഈ ധ്യാന നേരത്തെ തരംഗങ്ങളെ അത് സ്വാംശീകരിക്കും. പിന്നീട് അവിടെ തിരിച്ചു ചെല്ലുമ്പോൾ ആ തരംഗങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങും. അങ്ങനെ അവ സഹായിക്കുകയും തിരിച്ചു തരികയും പ്രതിസ്പന്ദിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ആവർത്തനം അവിടെ സംഭവിക്കുന്നതുകൊണ്ട് സ്ഥിരമായി എവിടെയാണോ ഇരുന്ന് ഒരു ദിവസം ധ്യാനം തുടങ്ങുന്നത് അവിടെ മാത്രം ഇരുന്നു കൊണ്ട് തന്നെ ധ്യാനം എല്ലാ ദിവസവും ചെയ്യാൻ പരിശ്രമിക്കുക.
അപ്പോൾ ശരിക്കും ധ്യാനനിരതനാവാനുള്ള കഴിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഏത് സിനിമാശാലയിലെ മുമ്പിലോ റെയിൽവേ പ്ലാറ്റ്ഫോമിലോ ഇരുന്ന് ധ്യാനിക്കാൻ കഴിയും എന്നുള്ളതാണ്. തുടക്കത്തിൽ നമ്മൾ ഒരു കൃത്യനിഷ്ഠ പാലിച്ച് ധ്യാനം പരിശീലിച്ചെടുക്കുക. അങ്ങനെ വൃക്ഷത്തിന് വേരുറച്ചു കഴിഞ്ഞാൽ കാറ്റും മഴയും വന്നാലും മേഘങ്ങൾ വന്നാലും എല്ലാം നല്ലത് തന്നെ. അത് വൃക്ഷത്തിന് ദാർഢ്യം നൽകുന്നു, കടുപ്പം നൽകുന്നു. എന്നാൽ മരം ചെറുതായിരിക്കുമ്പോൾ മൂപ്പെത്താത്ത അതിനെ ഒരു കൊച്ചുകുട്ടിക്കോ കടന്നു പോകുന്ന ഒരു പശുവിനോ അപായപ്പെടുത്താം. അപ്പോൾ അതുകൊണ്ടാണ് തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ഒരു വൃക്ഷത്തെ പോലെ ധ്യാനത്തിന് ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്ത് ധ്യാനം നമ്മളുടെ ദേഹത്തിൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ദൃഢത കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിശീലനം നമ്മൾ പിന്തുടരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഒരേ സ്ഥലത്തിരുന്ന് ധ്യാനം പരിശീലിക്കാൻ ശ്രമിക്കുക. മറ്റ് ശല്യങ്ങളൊന്നും കടന്നു വരാതെ ഏകാഗ്രതയോടുകൂടി തന്നെ ആയിട്ട് നമ്മൾ എന്തിനെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് അതിൻ്റെ തന്നെ അത് മാത്രമായി തീരുക. നമ്മളുടെ രണ്ട് ഭാഗങ്ങളെയും നീക്കി വച്ചിട്ട് ഉള്ളിലുള്ള ആ ഒരു ഇതിലെ പ്രകാശം, നമ്മളുടെ സത്താവബോധം, ആ സത്താവബോധത്തിലേക്ക് ഈ പ്രപഞ്ചം ഇറങ്ങി വരുന്നതായിട്ട് ധ്യാനിക്കുക. അങ്ങനെ ഇറങ്ങി വരുന്നതാണ് ശരിക്കും റേക്കിയുടെ പ്രവാഹം. കപാല കുണ്ടലങ്ങൾ തുറന്ന് പ്രാണാപാനന്മാർ കൈവെള്ളകളിലൂടെ പ്രവഹിക്കുന്നതിനെയാണ് റേക്കി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഊരി വെച്ചിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെയും എല്ലാത്തിനെയും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇരുന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ശക്തമായ ഒരു പ്രവാഹം ഉണ്ടാകും. ആ കൈകൾ നിങ്ങൾ എവിടെ വയ്ക്കുന്നോ രോഗമുള്ള ഭാഗത്ത് വയ്ക്കുമ്പോൾ രോഗം സുഖപ്പെടുത്തുന്നു. കരാങ്കുലി നഗോൽപ്പന്ന നാരായണ ദശാകൃതി എന്നാണ് പറയുന്നത്. അപ്പോൾ കൈകൾ വെച്ച് കഴിയുമ്പോൾ തന്നെ ആ രോഗം ആ സ്ഥിതിയുടെ കാരകത്വം കൊണ്ട് സുഖം പ്രാപിക്കുന്നു. അങ്ങനെ നല്ലൊരു ഹീലറായി തീരാൻ സാധിക്കും. അങ്ങനെ ഒരു മികച്ച രോഗശാന്തിക്കാരനായി തീരാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലവ് ലൈറ്റ് ഓഫ് റേക്കി.